ഹലോ, ഇത് നമ്മൾ പണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു മണ്ണിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ താഴെ ചടി ഒന്ന് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലെ ഭാഗം കുറച്ച് മുറിച്ച് മാറ്റി, നമുക്ക് നൂല് ചുറ്റാന്ന് ഓർത്ത്. എന്നിട്ട് ശരിയാവാത്ത കാരണം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി മുറിച്ച് കളയാം. അങ്ങനെ ദേ കുറച്ചും കൂടി മുറിച്ച് കളഞ്ഞത് റെഡിയാക്കി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളൊരു ത്രെഡും പിന്നെ ഇച്ചിരിയും കൂടി ഡാർക്കായിട്ടുള്ള വേറൊരു ത്രെഡും കൂടെയാണ് കേട്ടോ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു 3/4 ഭാഗവും ചുറ്റാനുണ്ടായിരുന്നു. അങ്ങനെ ചുറ്റി ചുറ്റി കുറേ അധികം നേരത്തിന് ശേഷം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഇതിനകത്തേക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചധികം മണ്ണ് ഇട്ടപ്പോഴാണ് നിറഞ്ഞത്, കാരണം ഇച്ചിരി അധികം വലിയ ആഴമുള്ളൊരു കുപ്പിയായിരുന്നു. അതിൻ്റെ മോൾ ഭാഗം നമ്മൾ വെട്ടിക്കളഞ്ഞെങ്കിലും അത്യാവശ്യം നല്ലൊരു കുപ്പിയായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ഗ്രോ ബാഗിൽ നിന്നാണ് കേട്ടോ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല വളമൊക്കെ ചേർന്നിട്ടുള്ള മണ്ണാണ്. അങ്ങനെ കുറേ അധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഈ ഒരു മൺകുപ്പി നിറയാറായിട്ടിരിക്കുകയാണ്. ഒരു 3-4-5 തവണ ഇങ്ങനെ കോരി കോരി ഇട്ടപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും നിറച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ തിക്കി തിക്കി ഇട്ട് കൊടുക്കാണ്ട്, എന്നാലാണ് ശരിക്കും നിറച്ച് മണ്ണ് അതിനകത്ത് ഇരിക്കുകയുള്ളൂ. കാരണം നമുക്ക് കുഞ്ഞി കുഞ്ഞി ചെടികളൊക്കെ നട്ട് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്നും കൂടി ഇളക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി താഴത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഫുള്ള് നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചെടിയിലാണെങ്കിൽ നമ്മൾ മഴ കഴിഞ്ഞാൽ നിറച്ച് വെള്ളം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ ആദ്യം ഒന്ന് ഊറ്റിക്കളഞ്ഞു. പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇച്ചിരി ഒടിച്ചെടുക്കാം, കുറച്ച് ആവശ്യമുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇടതൂർന്ന് വളർന്ന് 2-3-4 ബ്രാഞ്ചായിട്ട് നിൽക്കണതാണ് കേട്ടോ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കും. അപ്പോൾ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. അങ്ങനെ ഇത് കുറച്ചധികം പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ താഴത്തെ ഈ ഒരു പോർഷൻ്റെ ഇലയൊക്കെ ഒന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അതായത് അത്രയും നമുക്ക് വേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുത്തു. നേരെ നമ്മുടെ കുപ്പിയിലേക്ക് നല്ലപോലെ ചേർത്ത് നിറച്ച് നട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരെണ്ണം നട്ടു, അടുത്തത് നട്ടു, എല്ലാം കൂടി ചേർത്ത് നട്ട് കൊടുക്കുക. അത്രയും തിക്കി നടുമ്പോൾ വളർന്ന് വരുമ്പോഴും നല്ലപോലെ വളർന്ന് റെഡിയായിട്ട് വന്നോളൂ. ഈ മണ്ണ് കാണാത്ത വിധത്തിൽ വേണം മൊത്തം ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചിങ്ങനെ മണ്ണിങ്ങനെ കണ്ടാലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ റെഡിയായിട്ട് വന്നോളൂ. കുറച്ചധികം ഇങ്ങനെ നട്ട് കൊടുക്കണം. ഒന്ന് നമുക്ക് ഇപ്പോൾ കാണുമ്പോഴല്ലേ ഇച്ചിരി വട്ടം കൂടുതലുണ്ട് കേട്ടോ കുപ്പിക്ക്. അതനുസരിച്ച് എല്ലാം നമ്മൾ നട്ട് റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. മറ്റേ ഇല എന്ന് വെച്ചാൽ ഇച്ചിരി തണ്ട് കൂടുതലായിട്ട് വളർന്ന ഇല കുറവായിട്ട് വളരണ പൂവാണ് അതിനകത്തുള്ളത്. ഇതിനകത്താണെങ്കിൽ ഇലയും കുറച്ച് കൂടുതലുണ്ട്, കുഞ്ഞു പൂവാണെന്നുള്ളൂ. അത് കാണാനും നല്ല ഭംഗിയുള്ളതാണ്. രണ്ടും കാണാൻ ഭംഗിയുണ്ട്. അതിൻ്റെ പൂവാണെങ്കിൽ കുറച്ച് വലിയൊരു പൂവാണ്, ഇതിൻ്റെ ആണെങ്കിൽ കുറച്ച് കുഞ്ഞി പൂവാണ് കേട്ടോ. ആ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ ഇലയുടെയും വ്യത്യാസമുണ്ട്. നല്ലപോലെ ബുഷിയായിട്ടാണ് ഇത് വളരണത്. അതിൻ്റെ ഇലയാണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടും കുറച്ച് തണ്ടും കൂടുതലാണ്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി നമ്മളിത് അകത്ത് കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. ഇതിനകത്ത് ഓൾറെഡി ഒരു തണുപ്പുണ്ട്, നമ്മുടെ മണ്ണിനും ഇച്ചിരി തണുപ്പുണ്ട്. അങ്ങനെ ഇത് രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായിട്ട് വിരിഞ്ഞിരിക്കണം കേട്ടോ. ഇതാണ് ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരു കുഞ്ഞിപ്പൂവ്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി സൂം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നും കൂടി സൂം ചെയ്ത് നോക്കി. 1-2 പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ വിരിയാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. എന്തായാലും നല്ല രസമുണ്ടായി. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയണം. അപ്പോൾ അത്രയോളം ബൈ ബൈ.